ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദ കൂടെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലോ മൈദയിലോ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാധാരണ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആദ്യം ഈ ഒരു എണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്ക് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അത്ര സോഫ്റ്റ് ആയിട്ടല്ല, കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതുപോലെ കൂട്ടൊന്ന് കുഴച്ച് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂട്ട് നല്ലപോലെ തന്നെ മയപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള നമ്മുടെ കൂട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തയ്യാറാക്കിയെടുത്തിരിക്കുന്ന കൂട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിനായിട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാല നിങ്ങൾക്ക് ഏത് ചിപ്സ് ഉണ്ടാക്കുമ്പോഴും അതിന് മുകളിൽ വിതറാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ കൂട്ട് ഞാനിപ്പോൾ ഇവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. സാധാരണ കിച്ചൺ സിസേഴ്സ് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഇതുപോലെ അരികുകൾ വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ആർക്കും കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിക്കുള്ള ഷേപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞാനിപ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ ഉള്ളോളം നന്നായിട്ട് വെന്ത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കളറൊക്കെ പെട്ടെന്ന് മാറി വരും, പക്ഷേ ആ ഒരു ഉള്ളോളം നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. അതുമാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിനാകുന്നത് വരെയാണ് ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ തന്നെ അതിൽ എണ്ണയൊക്കെ മാറ്റിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും ഏകദേശം 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം മസാല നമുക്ക് വിതറി കൊടുക്കാം. അത് നിങ്ങൾക്ക് എത്രയാണോ എരിവൊക്കെ ഇഷ്ടം അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് നല്ലപോലെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തിക്കോളും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.